തന്നെയും തൻ്റെ സ്വർഗീയ മാതാവിനെയും തെറി വിളിച്ചവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് മോദി പറയുമ്പോൾ അത് അവിശ്വസനീയമാണ്. അസംഭവ്യമെന്ന് പലരും ഇത് കരുതാൻ കാരണമുണ്ട്. തെറി വിളിക്കുന്നത് പോകട്ടെ, മോദി സർക്കാരിനെ വിമർശിക്കുക, അതിൻ്റെ നയങ്ങളെയോ പരിപാടികളെയോ എതിർക്കുക, പ്രതിഷേധിക്കുക, പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുക, ഇതൊന്നും മോദി ക്ഷമിക്കുകയോ പൊറുക്കുകയോ ചെയ്ത ചരിത്രമില്ല. വിമർശിക്കുന്നവരെ മാത്രമല്ല, വിമർശിക്കാൻ സാധ്യതയുള്ളവരുടെ പോലും വായ മൂടിക്കെട്ടിയ കാഴ്ചകളാണ് കഴിഞ്ഞ 12 വർഷം രാജ്യം കണ്ടത്. എന്നിട്ടും തന്നെയും തൻ്റെ അമ്മയെയും തെറി വിളിച്ചവരോട് മോദി പൊറുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: അതിപ്രതാപവാനായ, സർവശക്തനായ, 56 നെഞ്ചളവുള്ള സർവാധിപതിയായ ആ മോദി ബിംബത്തിൻ്റെ ഒളി മങ്ങുകയാണ്. ഈ പതനത്തിൻ്റെ ആഴമറിയണമെങ്കിൽ 2014 മുതൽ മോദി വിമർശകർക്ക് എന്ത് സംഭവിച്ചു എന്നറിയേണ്ടതുണ്ട്. 2015 രാംനാഥ് ഗോയങ്ക അവാർഡ് ദാന വേളയിൽ അമീർ ഖാൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത തന്നെ ആശങ്കാകുലനാക്കുന്നെന്ന് പറഞ്ഞിരുന്നു. ആമീർ ഖാനും ഭാര്യ കിരൺ റാവുവിനുമെതിരെ രാജ്യദ്രോഹം, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചാർത്തിയാണ് കേസെടുത്തത്. 2019 രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലകൾക്കെതിരെ മണിരത്നം, കൊങ്കണ സെൻ ശർമ്മ, രാമചന്ദ്ര ഗുഹ, അപർണ സെൻ എന്നിവരുൾപ്പെടെ പ്രമുഖർ മോദിക്ക് ഒരു തുറന്ന കത്തെഴുതി. 49 സാംസ്കാരിക പ്രവർത്തകർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി. പ്രതിപക്ഷ പാർട്ടികളെയും വെറുതെ വിട്ടില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വാശിക്കാണ് കേസെടുത്തു പോകുന്നത്. UP-യിൽ യോഗി അധികാരത്തിലെത്തിയതോടെ മോദി വിമർശകർക്കെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തുന്നത് ഫാഷനായി മാറി. ദിവ്യ സ്പന്ദന, സഞ്ജയ് സിംഗ് എന്നിവർക്കെതിരെ കേസെടുത്തത് ഉദാഹരണം. മോദിയെ വിമർശിച്ച് ട്വീറ്റ് ചെയ്തതായിരുന്നു പ്രകോപനം. ചൗക്കിദാർ ചോർ ഹെ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് മോദിയെ കള്ളൻ എന്ന് വിളിച്ചു എന്നതായിരുന്നു കാരണം. ആംനസ്റ്റി ഇന്റർനാഷണൽ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാർ പട്ടേലിനെതിരെ കേസെടുത്തത് വളരെ വിചിത്രമായ ന്യായത്തിലായിരുന്നു. ഗുജറാത്തിലെ ഗഞ്ചി സമുദായം മാംസം കഴിക്കുന്നവരാണെന്നും പിന്നാക്ക സമുദായമാണെങ്കിലും അവർ ധനികരാണെന്നും ട്വീറ്റ് ചെയ്തു. മോദി ഗഞ്ചി സമുദായമാണ് എന്നതായിരുന്നു കേസിന് കാരണം. മോദി RSSൽ ചേർന്ന ശേഷം മാംസാഹാരം ഉപേക്ഷിച്ചയാളാണെന്നും ട്വീറ്റിൽ ആകാർ പട്ടേൽ പറഞ്ഞു. പോരെ പൂരം. ആകാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കോവിഡ് കാലത്ത് ഇത്തരം കേസുകളുടെയും അറസ്റ്റുകളുടെയും വസന്തമായിരുന്നു. മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് കനോജിയെ അറസ്റ്റ് ചെയ്തത് മോദി യോഗി ഭരണകൂടങ്ങളുടെ കോവിഡ് കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചതിനാണ്. ഡൽഹിയിൽ നിന്ന് UP പോലീസ് മഫ്തിയിൽ കസ്റ്റഡിയിലെടുത്ത കനോജിയെ തേടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഏറെ അലയേണ്ടി വന്നു. സർക്കാർ വിമർശകരായ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വേട്ടയാടിയത് മറ്റുദാഹരണങ്ങൾ. ദ വയർ, ന്യൂസ് ക്ലിക്ക്, കാരവൻ, മീഡിയ വൺ എന്നീ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെട്ടു. സിദ്ദീഖ് കാപ്പനെ UAPA ചാർത്തി അറസ്റ്റ് ചെയ്തു. ഭീമ കൊറേഗാവ് കേസ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ UAPA ദുരുപയോഗത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. രാജ്യത്തെ പ്രമുഖ നിയമവിദഗ്ധരെയും ആക്ടിവിസ്റ്റുകളെയുമാണ് വർഷങ്ങളോളം തടവിൽ പാർപ്പിച്ചത്. സ്റ്റാൻ സ്വാമി തടവിനിടെ മരിച്ചുപോയി. രാജ്യത്ത് പ്രവർത്തിച്ചു പോന്ന NGOകളെയും വെറുതെ വിട്ടില്ല. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്രീൻ പീസ്, ഓക്സ്ഫാം തുടങ്ങി അന്തർദേശീയ സംഘടനകളെയെല്ലാം പൂട്ടിക്കെട്ടി. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററിയുടെ പേരിൽ BBC ഓഫീസ് പോലും റെയ്ഡ് ചെയ്തു. ഈ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. CAA നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ഉമർ ഖാലിദ് ഇന്നും തടവിലാണ്. വിവാദ കാർഷിക ബില്ലുകൾക്കെതിരെ പ്രതിഷേധിച്ച കർഷകരോട് മോദി ഭരണകൂടം എങ്ങനെയാണ് പെരുമാറിയത് എന്ന് രാജ്യം കണ്ടതാണ്. അവരോടൊന്നും മാപ്പ് പറയുകയോ കേസ് പിൻവലിക്കാമെന്ന് പറയുകയോ ചെയ്തില്ല മോദി. പിന്നെ എന്തുകൊണ്ടാണ് ഒരു 15 വയസ്സുകാരി മോദിയെ തെറി വിളിച്ചപ്പോൾ അവൾ കുട്ടിയാണ്, അവളോട് ഞാൻ പൊറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മോദി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നത്? മോദി എന്ന വിഗ്രഹം ഉടഞ്ഞുവെന്ന് മോദി തന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണിത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ മോദിക്കുള്ള ഇന്ത്യൻ ജനതയുടെ സന്ദേശമായിരുന്നു. 400 സീറ്റുമായി മൂന്നാമതും അധികാരത്തിലെത്താനുള്ള മോദിയുടെ മോഹത്തിനേറ്റ തിരിച്ചടി മാത്രമായിരുന്നില്ല. രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ RSSും BJPയും ആവിഷ്കരിച്ച ഏറ്റവും വലിയ പ്രൊജക്റ്റായ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യ സ്ഥിതി ചെയ്യുന്ന UP മോദിയെ തിരസ്കരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഇപ്പോൾ മോദി മനസ്സിലാക്കിയ സന്ദേശം അന്ന് തിരിച്ചറിഞ്ഞിരുന്നോ? ഇല്ല. ഭൂരിപക്ഷം ലഭിക്കാതിരുന്നിട്ട് കൂടി JDU, TDP എന്നീ 2 പാർട്ടികളെ കൂടെ നിർത്തി ഭരണം പിടിച്ച മോദി തൻ്റെ മുൻ ടേമുകളിലേതിന് സമാനമായ അടിച്ചമർത്തൽ ഭരണമാണ് തുടർന്നും കാഴ്ചവെച്ചത്. UP-യിൽ നിന്ന് ലഭിച്ച തിരിച്ചടിക്ക് മോദി മറുമരുന്ന് കണ്ടുപിടിച്ചത് ബീഹാറിലായിരുന്നു. SIR-ലൂടെ മോദി വിരുദ്ധ വോട്ടുകൾ ഇല്ലാതാക്കി. വോട്ടില്ലാതായവരുടെ പൗരത്വം തന്നെ തുലാസിലാക്കി. ഇന്ത്യൻ പൗരൻ ആരാണ് എന്ന് ആര് തീരുമാനിക്കുമെന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം അത് മോദി തീരുമാനിക്കും എന്നായി മാറി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം നടത്തിയ ഏറ്റവും വലിയ അടിച്ചമർത്തൽ എന്ന് നിസ്സംശയം ഇതിനെ പറയാം. അടിയന്തരാവസ്ഥയിൽ പോലും ഇന്ത്യയിൽ പൗരന്മാരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. വോട്ടവകാശം എടുത്തു കളഞ്ഞിരുന്നില്ല.
ഈ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ കോക്രോച്ചുകളായി മാറിയത്. വിദ്യാർത്ഥികൾ മുമ്പും സമരം ചെയ്തിട്ടുണ്ട്. രോഹിത് വെമുലയുടെ മരണശേഷം പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പക്ഷേ അർബൻ നക്സലുകളെന്നും മറ്റും വിളിച്ച് ആ സമരത്തെ അടിച്ചമർത്താൻ മോദിക്കായി. CAA വിരുദ്ധ സമരത്തെ ദേശവിരുദ്ധരുടെ സമരമായി വ്യാഖ്യാനിച്ച് അടിച്ചമർത്തി. എന്നിട്ടും സമരം ആളിക്കത്തിയപ്പോൾ ഡൽഹിയിൽ കലാപമുണ്ടായി. സമരം നയിച്ചവരെ കലാപ ഗൂഢാലോചന കേസിൽ UAPA ചാർത്തി അകത്തിട്ടു. കർഷക സമരത്തെ ഖലിസ്ഥാൻവാദമായി വ്യാഖ്യാനിച്ചു. നിയമം പിൻവലിച്ചുവെങ്കിലും സമരത്തോട് ഒരു തരത്തിലും മോദി എൻഗേജ് ചെയ്തില്ല. ഇവിടെ സമരം ചെയ്തത് ആരാണ്? ആർക്കാണ് മോദിയുടെ പോലീസിൻ്റെ തല്ലുകൊണ്ടത് എന്നതാണ് കാര്യം. മോദിയെ വികാസ് പുരുഷനായി കണ്ട, 56 ഇഞ്ച് നെഞ്ചളവിൽ അഭിമാനിച്ച, രാജ്യദ്രോഹികളെയും രാജ്യവിരുദ്ധരെയും കരുണയില്ലാതെ നേരിടുന്ന മോദിയെ ആരാധിച്ച, ഒരു വേള മോദി വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വരെ വാദിച്ച മോദി ആരാധകരുടെ മക്കളാണ് മോദിക്കെതിരെ തെരുവിലിറങ്ങുന്നത്. ആ മക്കളെ മോദിയുടെ പോലീസ് തന്നെ തല്ലുന്നത് കാണുന്ന മോദിയുടെ വോട്ട് ബാങ്കിനാണ് ആ അടിയുടെ വേദന കിട്ടുക. അത് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. മോദിയെ വികാസ് പുരുഷനായി കണ്ട ആ വോട്ട് ബാങ്കിനിടയിലും അസംതൃപ്തി പുകയുകയാണ്. പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന ഗഡ്കരിക്കെതിരെ ഉയരുന്ന പ്രതിഷേധം ശരിക്കും മോദിക്കെതിരെ കൂടിയാണ്. രാജ്യത്ത് വളർന്നു വരുന്ന തൊഴിലില്ലായ്മ, RSS കീഴടക്കിയ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാര തകർച്ച, സാമ്പത്തിക മുരടിപ്പ്, കാർഷിക രംഗത്തെ തകർച്ച എന്നിവയിൽ ഇന്ന് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അസംതൃപ്തിയുണ്ട്. ഈ അസംതൃപ്തിക്ക് മുന്നിൽ ഇതുവരെ പരീക്ഷിച്ച് വിജയിച്ച ഹിന്ദു മുസ്ലിം കാർഡ് പോരാതെ വന്നിരിക്കുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കേൾക്കണമെന്ന് RSS തന്നെ മോദിയോട് ആവശ്യപ്പെടുന്നത് മോദി മനസ്സിലാക്കും മുമ്പ് RSS ഈ ട്രെൻഡ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. മോദി വിഗ്രഹം ഉടഞ്ഞു തുടങ്ങിയെന്ന് RSSനും മനസ്സിലായിരിക്കുന്നു. ഈ പറഞ്ഞതിനർത്ഥം നാളെ മുതൽ മോദി തന്നെ സമഗ്രാധിപത്യ സ്വഭാവം കൈവെടിയും എന്നല്ല. തന്നെ തെറിവിളിച്ച വിദ്യാർത്ഥികൾ കുട്ടികളാണെന്നും അവരോട് ക്ഷമിച്ചുവെന്നും ശിക്ഷിക്കുകയല്ല നേർവഴി കാണിക്കുകയാണ് വേണ്ടതെന്നുമാണ് മോദി പറയുന്നത്. തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ കുട്ടികളും പക്വതയില്ലാത്തവരുമായി കാണുന്നതിലൂടെ മോദി ചെയ്യുന്നത് ആ പ്രതിഷേധത്തെ തന്നെ റദ്ദാക്കുകയാണ്. തെറി വിളിക്കുന്നത് സംസ്കാരത്തിന് നിരക്കാത്തതാണ് എന്നാണ് മോദി പറയുന്നത്. എന്നാൽ ഇതേ മോദിയാകട്ടെ മോദി വിരുദ്ധരെ തെറി വിളിക്കുന്ന, സ്ത്രീകളെ അപഹസിക്കുന്നവരെ എല്ലാം ആദരിക്കുകയോ ട്വിറ്ററിൽ പിന്തുടരുകയോ ചെയ്യുന്നുണ്ട്. മോദി തന്നെ എത്രയോ പേരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയെ ജേഴ്സി പശുവെന്നും കോൺഗ്രസിൻ്റെ വിധവയെന്നും സുനന്ദ പുഷ്കറെ 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്നും വിളിച്ച മോദി തെരുവു ഭാഷയിലാണ് മമതാ ബാനർജിയെ ദീദി എന്ന് വിളിച്ചത്. മോദിയെ തെറി വിളിച്ച 15 വയസ്സുകാരിയെ BJPക്കാർ നിർബന്ധിച്ച് മാപ്പ് പറയിപ്പിച്ചിട്ടും മോദി മാപ്പ് കൊടുത്തിട്ടും ഡൽഹി പോലീസ് ഇനിയും FIR പിൻവലിച്ചിട്ടില്ല. 15-കാരിയെ 25-കാരിയാക്കിയാണ് FIRൽ ചിത്രീകരിച്ചിട്ടുള്ളത്. കോടതി ഇടപെട്ടിട്ടും ഡൽഹി പോലീസ് സമരക്കാർക്കെതിരായ നടപടികൾ തുടരുകയാണ്. ഐഷി ഘോഷിനെ തേടി CPM ആസ്ഥാനത്തെത്തി ഡൽഹി പോലീസ്. ഇൻസ്റ്റഗ്രാം റീലുകൾ കൊണ്ടോ സമരക്കാരെ പക്വതയില്ലാത്ത കുട്ടികളെന്ന് വിളിച്ചതുകൊണ്ടോ ഇപ്പോൾ ഉയർന്നു വരുന്ന ജനരോഷം മോദിക്ക് തടുക്കാനാവില്ല. BJPയുടെയും RSSൻ്റെയും യഥാർത്ഥ ആശങ്ക അടുത്ത ഫെബ്രുവരിയിലെ UP തെരഞ്ഞെടുപ്പാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര കൊള്ളയിൽ മാത്രം ഊന്നി സമാജ്വാദി പാർട്ടി അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടെയാണ് പുതിയ തലമുറ തെരുവിലിറങ്ങുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UP കൈവിട്ടാൽ 2029 വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് മോദിക്കറിയാം. ആ തിരിച്ചടി നേരിടാൻ പക്ഷേ ജ്ഞാനേഷ് കുമാറിനെ കൊണ്ട് മാത്രം സാധിക്കില്ല മോദിക്ക്.